നമസ്കാരം. ഇന്നത്തെ ചിന്താവിഷയം അധ്യാപകൻ മാറണോ വിദ്യാർത്ഥി മാറണോ? ഈ കഴിഞ്ഞയിടെ സോഷ്യൽ മീഡിയയിലൂടെ കേട്ടറിയാൻ കഴിഞ്ഞ ഒരു ന്യൂസായിരുന്നു. അധ്യാപകനെ വിദ്യാർത്ഥി കൈകാര്യം ചെയ്യുന്ന അവസ്ഥ വരെ എത്തിയൊരു സിറ്റുവേഷൻ. അപ്പോൾ ഇവിടെ ആരാണ് മാറേണ്ടത്? അധ്യാപകനാണോ വിദ്യാർത്ഥിയാണോ എന്നതിനെ പറ്റിയാണ് ഞാൻ ഇന്ന് നിങ്ങളോട് സംസാരിക്കുന്നത്. ഞാനും ഒരു അധ്യാപികയായിട്ടാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട്, അതും പ്രത്യേകിച്ച് ഇന്ദിരാഗാന്ധി ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ ഡിഗ്രി സ്റ്റുഡൻസിനും PG സ്റ്റുഡൻസിനും അതുപോലെയുള്ള വലിയ വലിയ വിദ്യാർത്ഥികൾക്ക് പൊളിറ്റിക്സ്, എക്കണോമിക്സ്, സോഷ്യോളജി ഇങ്ങനെയുള്ള വിഷയങ്ങൾ, മാനവിക വിഷയങ്ങൾ കൈകാര്യം ചെയ്ത് പോരുന്ന ഒരാൾ കൂടിയാണ്. അപ്പോൾ ഇവിടെ നാം ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോഴും ആരാണ് യഥാർത്ഥത്തിൽ മാറേണ്ടത്? നമ്മൾ ചിന്തിക്കേണ്ട വിഷയം തന്നെയല്ലേ? ഈ വിഷയം ചർച്ച ചെയ്യുമ്പോൾ നമുക്ക് പ്രിയപ്പെട്ട ഒരു വിദ്യാർത്ഥിയെയും പ്രിയപ്പെട്ട ഒരു അധ്യാപികയെയും കുറിച്ച് ചർച്ച ചെയ്യേണ്ടി വരും. ആ വിദ്യാർത്ഥി ടെഡി ആണ്, അതേപോലെ തന്നെ അധ്യാപിക മിസ്സിസ് തോംസൺ ആണ്. അപ്പോൾ ഇവരെ കുറിച്ച് പറഞ്ഞുകൊണ്ട് ഈ വിഷയം നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നത് നിങ്ങൾ തന്നെ വിലയിരുത്തുക. മിസ്സിസ് തോംസൺ ചെറിയ വിദ്യാർത്ഥികളുടെ ഇടയിലെ പ്രിയങ്കരിയായ ഒരു അധ്യാപികയാണ്. എല്ലാ ദിവസവും ക്ലാസ്സിലെത്തും. പതിവായി ക്ലാസ്സിലെത്തിയാൽ അവർ പറയും, കുട്ടികളോട് എല്ലാവരോടും കൂടി പറയും, ഐ ലവ് യു സ്റ്റുഡൻസ്. ഇതാണ് അവർ ആദ്യം കുട്ടികളോടായിട്ട് പറയുന്നത്. ഇരിക്കുന്ന വിദ്യാർത്ഥികളിൽ എല്ലാവരോടുമായിട്ടായിരുന്നു ഐ ലവ് യു എന്നത് പറഞ്ഞിരുന്നുവെങ്കിലും ആ കൂട്ടത്തിലിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയെ നോക്കുമ്പോൾ പോലും നമ്മുടെ പ്രിയ അധ്യാപികയ്ക്ക് അത്ര കണ്ട് സ്നേഹം ഉണ്ടായിരുന്നില്ല. അപ്പോൾ തികച്ചും നമ്മുടെ ടീച്ചർ കള്ളമല്ലേ പറഞ്ഞിരുന്നത്? ഐ ലവ് യു ആൾ എന്ന രീതിയിൽ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലൊരാളോട് ടീച്ചർക്ക് മനസ്സുകൊണ്ടൊരു ഇഷ്ടക്കേടുണ്ടായിരുന്നു. അത് ആരോടാണെന്നറിയാമോ? ആ കുട്ടിയായിരുന്നു ടെഡി. ടെഡിയോട് ടീച്ചർക്ക് അത്ര കണ്ട് ഇഷ്ടമുണ്ടായിരുന്നില്ല. അതായത് മുടി ചീകി ഒതുക്കാത്ത, വളരെ അലസമായി മാത്രം ക്ലാസ്സിലെത്തുന്ന ടെഡി എന്ന കുട്ടിയെ മനസ്സുകൊണ്ട് ഒരു ഇഷ്ടക്കേട് തന്നെയായിരുന്നു ടീച്ചർക്കെങ്കിലും ടീച്ചർ എല്ലാ ദിവസവും ക്ലാസ്സിലെത്തിയാൽ ആദ്യം പറയുന്നത് ഐ ലവ് യു ഡിയർ സ്റ്റുഡൻസ് എന്ന് തന്നെയായിരുന്നു. നമ്മുടെ ടീച്ചർ 4ാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെയാണ് ഇപ്പോൾ പഠിപ്പിച്ചു പോരുന്നത്. അപ്പോൾ ഇതിനിടയിൽ ടെഡിയുടെ മാർക്ക് ലിസ്റ്റ് വന്നപ്പോഴേക്കും ആ മാർക്ക് ലിസ്റ്റ് പ്രിൻസിപ്പൽ വിളിച്ച് നമ്മുടെ ക്ലാസ് ടീച്ചറിനെ കാണിച്ചിട്ട് ചോദിച്ചു, ടീച്ചർ, ടെഡിയുടെ മാർക്ക് ലിസ്റ്റ് ഒന്ന് നോക്കിക്കേ, അവൻ എല്ലാത്തിലും കുറവാണല്ലോ മാർക്ക്. എന്നാൽ അവൻ അങ്ങനെ ആയിരുന്നില്ലല്ലോ. അവൻ കഴിഞ്ഞ വർഷം പഠിച്ചിരുന്ന നല്ല ബ്രില്യൻ്റ് ആയ ഒരു സ്റ്റുഡൻറ്റ് ഈ വർഷം ഈ ക്ലാസ്സിൽ ടീച്ചറിൻ്റെ ആ ഒരു ഇടപെടലോ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് ഈ കുട്ടിക്ക് ഒരു മാർക്ക് ഇംപ്രൂവ് ചെയ്തു വരാത്തത് എന്ന രീതിയിൽ പ്രിൻസിപ്പൽ ടീച്ചറിനെ വിളിച്ച് കാര്യം തിരക്കി. അപ്പോൾ ഈ മാർക്ക് കുറയുന്ന ഒരു സിറ്റുവേഷൻ അടുത്ത വർഷവും അങ്ങനെ തന്നെ തുടരുന്നു. അപ്പോൾ 5ാം ക്ലാസ് എത്തിയപ്പോഴേക്കും അവന് തീരെ പഠനത്തിൽ താല്പര്യമില്ലാത്ത രീതിയിലേക്കാവുന്നു. അതിനെക്കുറിച്ച് വിശദമായി അന്വേഷിച്ചപ്പോഴാണ് അറിയുന്നത് ടെഡിയുടെ അമ്മ ക്യാൻസർ രോഗം ബാധിച്ച് കിടപ്പിലാണ്. അപ്പോൾ അതിനെ തുടർന്ന് അവന് മാനസികമായ സംഘർഷമുള്ള ആ ഒരു അവസ്ഥയിലൂടെയാണ് ടെഡി എന്ന വിദ്യാർത്ഥി കടന്നു പോകുന്നത് എന്ന വസ്തുതയായിരുന്നു ഈ അധ്യാപികയ്ക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞിരുന്നത്. നാളുകളേറെ കഴിയുന്നതിന് മുമ്പേ ടെഡിയുടെ അമ്മ മരണപ്പെട്ടു. ടെഡിയുടെ അമ്മയുടെ മരണശേഷം പിന്നീട് ടെഡി അലസമായ രീതിയിലായിരുന്നു ക്ലാസ്സിൽ വന്നിരുന്നത്. മുടി ഈകി വെക്കാറില്ല, പഠന കാര്യത്തിൽ ശ്രദ്ധിക്കാറില്ല, എല്ലാത്തിലും ഒരു കെയർലെസ് ആറ്റിറ്റ്യൂഡ് സൂക്ഷിച്ചു പോന്നിരുന്ന ഒരു കുട്ടിയായിട്ടായിരുന്നു ക്ലാസ്സിൽ പിന്നീട് ഈ അധ്യാപികയ്ക്ക് ടെഡിയെ കാണാൻ കഴിഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ അധ്യാപികയ്ക്ക് കാര്യം എന്തെന്നറിയാതെ ടെഡിയോട് എല്ലാവരോടും ഇഷ്ടമെന്ന് പറയുന്നുവെങ്കിൽ പോലും അതിനിടയിൽ ഒരു ഇഷ്ടക്കേട് ഈ കുട്ടിയോട് മനസ്സിലെ അധ്യാപികക്കുണ്ടായിരുന്നു എന്നതായിരുന്നു സത്യം. അപ്പോൾ എല്ലാ ദിവസവും പതിവ് പോലെ ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുന്ന അധ്യാപിക അടുത്ത ദിവസവും ക്ലാസ്സിലെത്തിയപ്പോഴേക്കും മനസ്സിലൊന്ന് ഉറച്ചുകൊണ്ടായിരുന്നു ടീച്ചർ ക്ലാസ്സിൽ വന്നത്. ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് ആവർത്തിച്ച് പറയുന്നത്, ആ ഒരു മനസ്സറിഞ്ഞുള്ള ആ ഒരു രീതി, അത് അവൻ്റെ നേരെ ഇനിയും കൂടുതൽ അവനെ ശ്രദ്ധിക്കേണ്ടതുണ്ട്, അവനെ ഒന്ന് മിടുക്കനാക്കേണ്ടതുണ്ട് എന്ന ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ടീച്ചർ മാറുകയായി. പിന്നീട് പതിവായി പറയുന്ന ടീച്ചറിന്റെ ആ ഒരു സ്നേഹപ്രയോഗം ഐ ലവ് യു സ്റ്റുഡൻസ് എന്ന് പറയുന്ന ആ ഒരു രീതി, അത് അടുത്ത ദിവസവും ടീച്ചർ ക്ലാസ്സിൽ ചെന്നപ്പോഴത്തും ടീച്ചർ ഒരു കാര്യം തീരുമാനിച്ചു, എടുത്തു പറയുക. അതായത് ടെഡി എന്ന സ്റ്റുഡൻസിനോട് എടുത്തു പറഞ്ഞു ഐ ലവ് യു
ഡിയർ ടെഡി എന്ന് ടീച്ചർ കുറച്ച് അധിക സ്നേഹഭാവം ആ കുട്ടിയോട് കാണിച്ചുകൊണ്ട് ആ ഒരു സ്നേഹപ്രകടനം നടത്തി. ചെറിയ ചെറിയ കാര്യങ്ങളിലും ടെഡിയുടേതായ ഓരോരോ ചലനങ്ങളിലും ടീച്ചർ അവന്റെ നിറസാന്നിധ്യമായി മാറുവാനായിട്ട് ശ്രമിക്കുകയായിരുന്നു. ആ ടെഡി അലസമായിട്ട് ക്ലാസ്സിൽ ശ്രദ്ധയില്ലാതെ ഒക്കെ ഇരിക്കുന്ന ആ ഒരു അവസ്ഥയിൽ നിന്നും ടെഡിയെ പിക്കപ്പ് ചെയ്ത് പതുക്കെ പതുക്കെ അവന്റെ പഠന വഴിയിലേക്ക് അവനെ കൈപിടിച്ച് ഉയർത്തുന്നതിന് നമ്മുടെ മിസ്സിസ് തോംസൺ എന്ന അധ്യാപിക ശ്രമിക്കുകയായിരുന്നു. പിന്നീട് അങ്ങോട്ട് ടെഡിക്ക് സ്നേഹവാത്സല്യം കാര്യമായി ഈ ഒരു അധ്യാപികയിൽ നിന്ന് കിട്ടുന്നുണ്ട് എന്ന തിരിച്ചറിവ് ടെഡിയിലും ഉണ്ടായി. അങ്ങനെ അവൻ 6, 7, 8, 9, 10 ഈ ക്ലാസ്സുകളൊക്കെ കഴിഞ്ഞ് അവൻ ഉയർന്ന ക്ലാസ്സുകളിലേക്കൊക്കെ പോകുമ്പോഴും അവന്റെ പുറകെ ഒരു നിറ സാന്നിധ്യമായി, ഒരു സ്നേഹ സാന്നിധ്യമായി നമ്മുടെ അധ്യാപിക അവന്റെ പിന്നിൽ തന്നെ ഉണ്ടായിരുന്നു എന്നതാണ്. ഒരു ദിവസം ടീച്ചർ ക്ലാസ്സിലെ കുട്ടികൾ എല്ലാവരും കൂടി ഇരിക്കുന്ന സമയം കുട്ടികൾ എല്ലാവർക്കും ടീച്ചറിനോടുള്ള ഇഷ്ടം അത് പ്രകടിപ്പിക്കുന്നതിലേക്ക് വേണ്ടി ടീച്ചറിന് ഗിഫ്റ്റുമായിട്ട് ഓരോ വിദ്യാർത്ഥികളും ടീച്ചറിന്റെ ഒപ്പം കൂടി. അപ്പോൾ ഈ ടീച്ചറിന്റെ ഒപ്പം കൂടുന്നതിനോടൊപ്പം ടെഡിയും കൊണ്ടുവന്നു ഒരു ഗിഫ്റ്റ്. അത് മുഷിഞ്ഞ പേപ്പറിൽ പൊതിഞ്ഞ ഒരു ബ്രേസ്ലെറ്റും അതേപോലെ തന്നെ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ഒരു പെർഫ്യൂമുമായിരുന്നു. അപ്പോൾ ടെഡി കൊണ്ടുവന്ന ആ ഒരു സ്നേഹ സമ്മാനം എന്താണെന്ന് അറിയാനുള്ള ആകാംക്ഷ ടീച്ചർക്ക് ഉണ്ടായിരുന്നു. ടീച്ചർ അത് പൊതിഞ്ഞ ആ ഒരു കവറ് അത് അഴിച്ചു നോക്കിയപ്പോഴേക്കും ഈ ഒരു ബ്രേസ്ലെറ്റും അതുപോലെ തന്നെ ഈ പെർഫ്യൂമും, ആ പെർഫ്യൂം എടുത്ത് ടീച്ചറിന്റെ ഡ്രസ്സിലേക്ക് അത് നന്നായിട്ടൊന്ന് വീശിയപ്പോൾ ടീച്ചറിന് അതിന്റെ സുഗന്ധം അത് വല്ലാതെ അങ്ങ് ഇഷ്ടപ്പെടുകയാണ് ഉണ്ടായത്. ബ്രേസ്ലെറ്റിന്റെ മുത്തുകളെല്ലാം പൊഴിഞ്ഞിട്ടുണ്ടായിരുന്നു. മിസ്സിസ് തോംസൺ എന്താ ചെയ്ത, ആ ബ്രേസ്ലെറ്റ് എടുത്ത് തന്റെ കയ്യിൽ അങ്ങ് അണിഞ്ഞു. അപ്പോൾ ആ മുത്തുകൾ പൊഴിഞ്ഞ ബ്രേസ്ലെറ്റ് തന്റെ കൈകളിൽ അണിഞ്ഞു. ആ പെർഫ്യൂം തന്റെ സാരിയിലേക്കൊന്ന് വീശി. അപ്പോൾ ഇതൊക്കെ കണ്ടപ്പോഴേക്കും നമ്മുടെ കുട്ടിക്ക് ആ അധ്യാപികയോട് പറയാൻ തോന്നിയത്, യു സ്മെൽ ലൈക്ക് മൈ മദർ, എൻ്റെ അമ്മയെ പോലെ എനിക്കിന്ന് അനുഭവപ്പെടുകയാണ്. ആ അമ്മ നൽകിയിരുന്ന സ്നേഹവാത്സല്യം ഈ ഒരു അധ്യാപികയിൽ നിന്നും അനുഭവിച്ചറിയുകയായിരുന്നു ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ആ കുട്ടി. അതിലൂടെയാണ് അവൻ പതുക്കെ പതുക്കെ അവന്റെ ആ ഒരു അലസത വെടിഞ്ഞ് അവൻ പതുക്കെ പതുക്കെ മുന്നോട്ട് ഒരമ്മയുടെ കൈപിടിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു അനുഭൂതിയിലായിരുന്നു ആ കുട്ടിയപ്പോൾ. അമ്മയെ പോലെ മണക്കുന്നു എന്നതായിരുന്നു അവന്റെ ഒരു കമന്റ്. അമ്മ മരിക്കുന്നതിന് നാളുകൾക്ക് മുമ്പ് ഉപയോഗിച്ച ആ പെർഫ്യൂം, അതിന്റെ ബാക്കി ഉണ്ടായിരുന്ന കുറച്ച്, അതുപോലെ തന്നെ അമ്മ ഉപയോഗിച്ചിരുന്ന ബ്രേസ്ലെറ്റ്, അതിൽ നിന്ന് മുത്തുപൊഴിഞ്ഞത് അത് ടീച്ചർക്ക് കൊണ്ടുവന്ന് അവൻ സമ്മാനമായി കൊടുത്തു എന്നതാണ് നാം മനസ്സിലാക്കേണ്ട കാര്യം. നമ്മുടെ ടീച്ചർക്ക് കൊണ്ടുവന്ന് കൊടുത്ത സമ്മാനം നിങ്ങൾ കണ്ടല്ലോ. അമ്മയുടെ മരണശേഷം കയ്യിൽ നിന്നും ഊരിയ ആ ബ്രേസ്ലെറ്റ്, അത് അവൻ അമ്മയെ പോലെ സ്നേഹിക്കുന്ന ടീച്ചർക്ക് കൊണ്ടുവന്ന് കൊടുത്തു. അതായിരുന്നു ടീച്ചർക്കുള്ള അവന്റെ സ്നേഹോപഹാരം. അപ്പോൾ അങ്ങനെ സ്കൂൾ കാലഘട്ടം കഴിഞ്ഞു. അവൻ സ്കൂളിൽ നിന്നും വിട്ടുപോയി. അവൻ പിന്നെ അവന്റെ പഠന വഴിയിലൂടെ ഓരോരോ സ്റ്റെപ്പുകൾ ഉയർന്നുയർന്ന് അവൻ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ എന്നാലും ഇടയ്ക്ക് അവൻ ടീച്ചർക്ക് എഴുതും. ഞാൻ ഒരുപാട് ടീച്ചർമാരെ കണ്ടിട്ടുണ്ട്, എനിക്ക് എന്നാൽ എൻ്റെ സ്വന്തം അമ്മയെ പോലെ ഒരു ടീച്ചറിനെ കണ്ടെത്താൻ സാധിച്ചത് അത് മിസ്സിസ് തോംസണിൽ മാത്രമാണ്, അത് ടീച്ചറിൽ മാത്രമാണ് എന്നവൻ ഇടക്ക് ടീച്ചർക്ക് കത്തെഴുതുമ്പോൾ അവൻ ആവർത്തിച്ചു പറയുമായിരുന്നു. ടെഡിയെ നല്ലൊരു വിദ്യാർത്ഥിയാക്കി മാറ്റുവാൻ, അവന്റെ പഠന വഴിയിൽ അവന്റെ അലസത വെടിഞ്ഞ് അവനെ ഉന്മേഷവാനായ ഒരു നല്ലൊരു എനർജറ്റിക് സ്റ്റുഡൻ്റാക്കി മാറ്റുവാനായിട്ടുള്ള ആ ഒരു ഇടപെടൽ അത് ടീച്ചറിന്റെ ഭാഗത്തു നിന്നും വേണ്ടത്ര ഉണ്ടായിരുന്നു എന്നതാണ് സത്യം. ആ ടീച്ചറിന്റെ ഒരു കരുതലും ഒരു സ്നേഹവും അവനിലെത്തിയില്ലായിരുന്നു എങ്കിൽ അവൻ ഒരു വഴിയിലും എത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ നാം ചിന്തിക്കേണ്ടത്, ഈ ചെറുപ്രായത്തിലൊക്കെ വിദ്യാർത്ഥികൾ മുന്നോട്ട് വരുമ്പോൾ അവരുടെ കൂടെ അധ്യാപകൻ എന്ന റോൾ ഏറ്റെടുക്കുന്നവരാരായാലും ഒരു അമ്മയുടെ റോള് അല്ലെങ്കിൽ ഒരു അച്ഛന്റെ റോള് അതുകൂടി ഏറ്റെടുത്തുകൊണ്ട് വേണം അധ്യാപകന്റെ ആ ഒരു ജോലി നിർവഹിക്കേണ്ടത് എന്നത് നമ്മെ മനസ്സിലാക്കി തരുന്നു ഈ ടെഡിയുടെ കഥ. ഈ ടീച്ചർക്ക് എഴുതുന്ന കത്തിലെല്ലാം പറയുമായിരുന്നു, ഞാൻ ഒരുപാട് ടീച്ചർമാരെ ഞാൻ എൻ്റെ വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ കാലഘട്ടത്തിൽ കണ്ടിട്ടുണ്ടെങ്കിലും നിങ്ങളാണ് എൻ്റെ ബെസ്റ്റ് ടീച്ചർ, നിങ്ങൾ എനിക്ക് അമ്മയ്ക്ക് തുല്യമാണ് എന്ന് ടെഡി പറയാനുണ്ടായ ആ ഒരു സാഹചര്യം നാം ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടത് തന്നെയല്ലേ. ഓരോ കത്തിലും അവൻ ആവർത്തിച്ചെഴുതുന്ന ഇതേ ഒരു പല്ലവിയാണ്, ഐ സീൻ മെനി ടീച്ചേഴ്സ് ഇൻ മൈ ലൈഫ് ബട്ട് യു ആർ ദ ബെസ്റ്റ് വൺ ഇൻ മൈ ലൈഫ്. കാലങ്ങൾ പലതും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കെ നമ്മുടെ ടീച്ചർ മിസ്സിസ് തോംസന് ഒരു കത്ത് കിട്ടി. ആ കത്ത് അത് ടെഡിയുടേതായിരുന്നു. ആ കത്തിൽ എഴുതിയിരുന്നു, നാളെ എൻ്റെ വിവാഹമാണ്, ടീച്ചർ പങ്കെടുക്കണം, ഡോക്ടർ ടെഡി.
അങ്ങനെ നമ്മുടെ ടീച്ചറിന്റെ സകല തിരക്കുകളും എല്ലാം മാറ്റിവെച്ചിട്ട് ഡോക്ടർ ടെഡിയുടെ വിവാഹത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ടീച്ചർ അവിടെ ഓടിയെത്തുകയാണ്. വിവാഹ ഓഡിറ്റോറിയത്തിലേക്ക് വരുമ്പോൾ പുറകിലൊരു സീറ്റില് ഇരിക്കുന്നതിന് വേണ്ടി മിസ്സിസ് തോംസൺ അങ്ങോട്ട് ചെല്ലുമ്പോൾ അവിടെ ഇതാ ഒരു സീറ്റ് മിസ്സിസ് തോംസന് വേണ്ടി മാത്രം അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തന്റെ അമ്മയ്ക്കിരിക്കാനുള്ള സീറ്റാണ് എന്നതായിരുന്നു മറ്റുള്ളവരോട് പറഞ്ഞിരുന്നത്. ആ ചെയർ റിസർവ്ഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നത്, റിസർവ്ഡ് ഫോർ മൈ മദർ. അങ്ങനെ തന്റെ അമ്മയ്ക്കായി റിസർവ് ചെയ്ത ആ ഒരു ചെയറിലെ മിസ്സിസ് തോംസനെ ഡോക്ടർ ടെഡി ഇരുത്തി. തന്റെ പ്രതിശ്രുത വധുവിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഡോക്ടർ ടെഡി പറഞ്ഞു, ഈ അമ്മ ഇല്ലായിരുന്നുവെങ്കിൽ ഡോക്ടർ ടെഡി എന്ന ഈ മനുഷ്യൻ ഉണ്ടാകുമായിരുന്നില്ല. ടെഡിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് മിസ്സിസ് തോംസണും പറഞ്ഞു, ടെഡി ഇല്ലായിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ടീച്ചർ ആദ്യം ആകേണ്ടത് ടീച്ചറല്ല, ടീച്ചർ ആദ്യം ഒരു അമ്മയാണ് ആകേണ്ടത് എന്ന വസ്തുത നമ്മുടെ മിസ്സിസ് തോംസൺ അവരോട് ചൂണ്ടിക്കൊണ്ട് പറഞ്ഞു. അമ്മയായി മാറണം ഒരു ടീച്ചർ എന്ന് എന്നെ പഠിപ്പിച്ചത് ടെഡിയാണ് എന്ന കാര്യമായിരുന്നു അവരവിടെ പങ്കുവെച്ചത്. തീർച്ചയായും നമ്മുടെ സമൂഹത്തിലെ അധ്യാപകരായിട്ടുള്ള ഓരോരുത്തരും തിരിച്ചറിയേണ്ടത്, നമ്മൾ അധ്യാപകരുടെ വേഷത്തിൽ ആ ഒരു പരിവേഷം ചേർത്ത് വിദ്യാർത്ഥികളുടെ മുന്നിൽ നിൽക്കുമ്പോൾ നാം അധ്യാപകൻ എന്നുള്ള ആ ഒരു പദത്തില് അന്വർത്ഥമാക്കുന്ന രീതിയിൽ അധ്യാപകൻ വിളക്കാവണം, വെളിച്ചമാവണം, ഗുരുവാവണം എന്ന് നാം പറയുമ്പോഴും ആദ്യമേ അവർക്ക് ഈശ്വരതുല്യനായ മാതാപിതാ ഗുരു ദൈവം എന്ന് പറയുന്നിടത്ത് അവർക്ക് സ്വന്തം അച്ഛനും അമ്മയെ പോലെ അവരോട് ഇടപെടുവാൻ ഏത് അധ്യാപകർക്ക് കഴിയുന്നുവോ അവർക്ക് വിദ്യാർത്ഥികളുടെ മനസ്സിനെ കൂടെ കൂട്ടുവാനും അവർ ഈ ലോകത്തെ വെളിച്ചമായിട്ട് ഒരുപാട് വെള്ളി നക്ഷത്രങ്ങളെ നമുക്ക് അധ്യാപകരിൽ നിന്നും വിദ്യാർത്ഥി ലോകത്തിലേക്ക് പകർന്ന് അവരെ സൃഷ്ടിക്കുവാനും അവർ ഈ ഭാവി തലമുറയുടെ പ്രയോക്താക്കളാക്കി മാറ്റുവാനും നമുക്ക് കഴിയും എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരും. നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കുട്ടിയുടെ അച്ഛനും അമ്മയും ആയി മാറുമ്പോഴാണ് ഒരുപാട് ടെഡിമാരുണ്ടാകുന്നത്, ഒരുപാട് ഡോക്ടർമാരുണ്ടാകുന്നത്, ഒരുപാട് എഞ്ചിനീയർമാരുണ്ടാകുന്നത്. അങ്ങനെ പലരും ഈ സമൂഹത്തിന്റെ പൊതുമണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കേണ്ട നിറസാന്നിധ്യമാകേണ്ടവരെ വാർത്തെടുക്കുവാനുള്ള ചുമതല അധ്യാപകർക്കാണെങ്കിൽ തീർച്ചയായിട്ടും ഓരോ ടെഡിമാരോടൊപ്പം നിൽക്കുവാനും നാം ഓരോരോ അധ്യാപകരും ആ അധ്യാപക സമൂഹം വളർന്നു വരുമ്പോൾ അവർ ഓരോ ടെഡിമാർക്കൊപ്പം നിന്നുകൊണ്ട് അവരെ മനസ്സിലാക്കി അവരുടെ മാനുഷിക മൂല്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്കും പെരുമാറുവാനായിട്ട് അധ്യാപകർ എന്ന രീതിയിലുള്ള ഇടപെടലിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. കൊണ്ട് പറയട്ടെ, ഒരു ഭാവി ഡോക്ടറോ ഒരു ഭാവി എഞ്ചിനീയറോ ടീച്ചറോ ഒക്കെ അവരെയൊക്കെ സൃഷ്ടിക്കുവാനായിട്ട് അധ്യാപക സമൂഹം മുന്നോട്ട് വരുമ്പോൾ ആദ്യം നാം ശ്രദ്ധിക്കേണ്ടത് ടെഡിമാരെ പോലുള്ളവരൊപ്പം നിന്ന് അവരുടെ അച്ഛനും അമ്മയുമായി മാറിക്കൊണ്ട് അധ്യാപകരായി പ്രവർത്തിക്കുക എന്നതാണ്. നിങ്ങൾ ക്ലാസ്സിൽ വന്ന് കുട്ടികളെ എല്ലാവരോടും കാണുമ്പോൾ അതിനിടയിൽ ആരെങ്കിലും അലസമായി യൂണിഫോം പ്രോപ്പറായിട്ട് ഇടുന്നില്ല എങ്കിൽ, കെയർലെസ് ആയിട്ട് മുടി ഇടുന്നുവെങ്കിൽ അതിനെ നാം ഒന്ന് മനസ്സിലാക്കണം. അവർക്ക് പിന്നാമ്പുറം എന്തെങ്കിലും ഒരു കാര്യമുണ്ടായിരിക്കും. അപ്പോൾ അവരെ പേഴ്സണലായിട്ട് വിളിച്ച് അവരുടെ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞിട്ട് മാത്രം അവരെ കുറ്റവിചാരണയ്ക്ക് വിധേയമാക്കുക. അത് അല്ലാതെ പൊതുവെ അവരെ നമ്മുടെ എല്ലാ വിദ്യാർത്ഥികളുടെ ഇടയിലും അവരെ അപഹാസ്യമാക്കുന്ന രീതിയിലുള്ള ഒരു ഇടപെടൽ നടത്താതിരിക്കുന്നതിന് വേണ്ടി ഓരോ അധ്യാപകരും ശ്രമിക്കേണ്ടതുണ്ട്. ഈ തിരിച്ചറിവാണ് ഒരു ക്ലാസ്സിന്റെ ആരംഭത്തിൽ നാം ക്ലാസ്സിലേക്ക് ചെല്ലുമ്പോഴേക്കും നാം അവരോടൊരു സ്നേഹമായ ഒരു വാക്ക്, നിങ്ങൾ എൻ്റെ മക്കളാണ് എന്ന രീതിയിൽ പറഞ്ഞുകൊണ്ട് നാം ക്ലാസ് തുടങ്ങുകയും തിരിച്ചു പോരുമ്പോൾ അവർക്കൊപ്പം നിന്ന് അവരിൽ ആർക്കാണോ എന്ത് പ്രശ്നമാണോ ഉള്ളത് അത് പരിഹരിക്കുവാനായിട്ട് ഒരു ഇടപെടൽ നടത്തുകയും ആ ഒരു തിരിച്ചറിവോടുകൂടി വിദ്യാർത്ഥികൾക്കിടയിൽ ഇടപെടുവാൻ ഓരോ അധ്യാപകർക്കും കഴിയുന്നുവെങ്കിൽ നിങ്ങളാണ് ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമുള്ള അധ്യാപകർ. ഈ കാലഘട്ടത്തിന് ഏറ്റവും പ്രിയങ്കരായ അധ്യാപകർ നിങ്ങൾ തന്നെയായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ വീഡിയോ വാച്ച് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്, താങ്ക് യു ഫോർ സപ്പോർട്ടിങ്, താങ്ക് യു സോ മച്ച്.